ഒരാളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, കിസ്സ് ചെയ്യേണ്ട 4 പ്ലേസസ് ഈ വീഡിയോ ചെയ്ത് വെച്ച് ആവശ്യം വരും. ആദ്യത്തെ പ്ലേസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാര്യം ഒരുപാട് ബ്ലഡ് വെസൽസും ഒരുപാട് നെർവ്സും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റഡ് ആവും. അതാണ് നെക്ക് എന്ന് പറയുന്ന സമയത്ത് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് സാധാരണ ആൾക്കാർ പ്രിഫർ ചെയ്യുമെങ്കിലും ജോലിന് തൊട്ട് താഴെ ഈ ഒരു ഏരിയയാണ് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്, ദാറ്റ് ഈസ് ലിപ്സ്. ലിപ്സിൽ വളരെ സോഫ്റ്റായിട്ട് കിസ് ചെയ്യുന്നതും ചെറിയൊരു നിബ്ലിങ്, അതായത് സ്ലോ ബൈറ്റൊക്കെ ചെയ്യുന്നത് ഭയങ്കര സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പ്രത്യേകിച്ച് മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അതവരെ ടേൺ ഓൺ ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ചെസ്റ്റ് ആൻഡ് കോളർ ബോൺ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. കുറച്ചുകൂടെ അഫെക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും അഫെക്ഷനേറ്റ് ആവുന്ന, നമ്മൾ കിസ് ചെയ്ത് കഴിഞ്ഞാൽ അഫെക്ഷനേറ്റ് ആവുന്ന ഒരു ഏരിയ ആണ് അതെന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നതാണ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടെയാണ് ചെവിയുടെ നമ്മുടെ ബാക്ക്, അല്ലെങ്കിൽ ചെവിയുടെ ഭാഗത്തിൽ സ്ലൈറ്റ് ആയിട്ടുള്ള വിസ്പർ, അതുപോലെ ചെറുതായിട്ടൊന്ന് കടിക്കുക, സോഫ്റ്റായിട്ടൊക്കെ കിസ് ചെയ്യുന്നത് ഭയങ്കര സെൻസിറ്റീവായിട്ട് ആൾക്കാർ ധൃതങ്ക പുളകിതനാക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കും ചെവി എന്ന് പറയുന്നത്. പക്ഷേ ചെവി എല്ലാവർക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കില്ല, പക്ഷേ മോസ്റ്റ് ആൾക്കാർക്കും അതൊരു സെൻസിറ്റീവ് റീജിയൻ ആണ്. അപ്പോൾ ഇതേപോലെ ലവ്, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോസിന് വേണ്ടി ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ വിജുവൽ വിത്ത് ബോബു.